ഗുഡ് മോർണിംഗ്. വെളുപ്പിന് എഴുന്നേറ്റു. കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പം ലക്ഷ്മി പൂജയൊക്കെ ചെയ്യണം. പിള്ളേരെ രണ്ടുപേരെ അഴിച്ചു വിട്ട് രണ്ടാളും പുറത്തൊക്കെ പോയിട്ട് വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാം അടിച്ച് വാരി തുടച്ച് വിളക്കൊക്കെ വെച്ചു. പിന്നെ കുറേ നേരം ഇരുന്ന് നാമമൊക്കെ ജപിച്ചു. ലക്ഷ്മി ദേവിയുടെയും വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാ നാമങ്ങളും ജപിച്ചു കുറച്ച് നേരം ഇരുന്ന്. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നു. ഇന്നപ്പോൾ ചായയല്ല കാപ്പിയായിട്ട് കുടിക്കുന്നത്. അപ്പോൾ കാപ്പിയൊക്കെ ഇട്ട് രാവിലെ അത് കുടിച്ചു. ഇന്ന് വലിയ കാര്യമായിട്ട് പാചകമൊന്നുമില്ല. പിള്ളേർക്ക് ചിക്കൻ വേവിച്ച് റെഡിയായിരിപ്പുണ്ട്, ചോറും ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് എനിക്കുള്ള ചോറും ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു തക്കാളി സാദം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വേവിച്ച ചോറുണ്ടെങ്കിൽ പിന്നെ എളുപ്പമല്ലേ. അപ്പോൾ തക്കാളി സവാളയും എല്ലാം കൂടെ വഴറ്റി പൊടികളും എല്ലാം ചേർത്ത് അതിലേക്ക് ചോറ് ഇട്ടിളക്കിയെടുത്തു. പിന്നെ തൈരുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, അതൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടി. ഉച്ചയ്ക്കുള്ള ലഞ്ചും തട്ടിക്കൂട്ടായിരുന്നു. തക്കാളി സാധനമൊക്കെ പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞു. ഒരു നെറ്റിപ്പട്ടം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിപ്പോൾ 2 ദിവസമായിട്ട് കുറേശ്ശെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക് ചെയ്താലും രാവിലെ സമയമുണ്ടല്ലോ. ഇന്നലെ രാത്രി കുറച്ച് ചെയ്തായിരുന്നു. അങ്ങനെ കുറേശ്ശെ ചെയ്യുന്നത്. ഒറ്റയടിക്കെല്ലാം കൂടെ പറ്റത്തില്ല. ഇത് ഒട്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പശയെല്ലാം കൂടെ പിടിച്ചിട്ട് പിന്നെ കുറച്ച് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേ ആകെ കയ്യിലൊക്കെ പശയാവും. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നപ്പോഴാണ് പിള്ളേരുടെ ഗുസ്തി. രണ്ടും കൂടെ ഭയങ്കര ഏടിപിടി. പുറത്തൊന്നും അധികം നേരം പോകുന്നില്ലല്ലോ ഇപ്പോൾ മഴയായതുകൊണ്ട്. രണ്ടാൾക്കും ബോറടിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. പുറത്തോട്ടൊന്നും ഇറങ്ങുന്നു ചെടി നോക്കുന്നൊന്നുമില്ല മഴ കാരണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.